പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം ഹെബ്രായർ 4:15 തിരുവചനമാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. മനുഷ്യരായ നാം ബലഹീനതകൾ ഉള്ളവരും ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരും ആണ്. നമ്മെ കുറ്റപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും നിന്ദിക്കുവാനും ധാരാളം വ്യക്തികൾ ഉണ്ടാകാം. സ്വന്തം മാതാപിതാക്കളാലും മക്കളാലും ജീവിത പങ്കാളിയാലും വേദന അനുഭവിക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ ഇടയിലുണ്ട്. സത്യം മനസ്സിലാക്കാതെ നമ്മെ ഒറ്റപ്പെടുത്തുന്ന അനുഭവം നമുക്കുണ്ടാകാം. കുറ്റം വിധി കേൾക്കേണ്ടി വരുന്ന വേദനാജനകമായ അനുഭവത്തിലൂടെ ആകാം നാം ഒരുപക്ഷെ കടന്നു പോകുന്നത്. എന്നാൽ നമ്മെ മനസ്സിലാക്കുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും നമുക്ക് ധൈര്യം പകരുവാനും ഒരേ ഒരു വ്യക്തിക്കേ കഴിയൂ. അതാണ് യേശുനാഥൻ. ഒരു പാപവും ചെയ്യാതെ നന്മകൾ മാത്രം ചെയ്ത യേശുവിന് ലഭിച്ചത് നിന്ദനങ്ങളും പീഡനങ്ങളും അവഹേളനങ്ങളും ഒക്കെയാണ്. ആ വേദനകൾ സഹിച്ച യേശുവിന് നമ്മുടെ വേദനകൾ മനസ്സിലാക്കുവാനും നമ്മെ ആശ്വസിപ്പിക്കുവാനും നമ്മെ ധൈര്യപ്പെടുത്തുവാനും കഴിയും. അപ്പോൾ നാം ആശ്രയം വയ്ക്കേണ്ടത് യേശുവിലാണ്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മോടൊത്ത് നിൽക്കുന്നവനാണ് യേശു. നമ്മെ കുറ്റപ്പെടുത്താതെ കുറ്റം വിധിക്കാതെ നമ്മെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി മുന്നോട്ട് ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ യേശുവിൻ്റെ പക്കലേക്ക് കടന്നു ചെല്ലുകയാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും നമ്മുടെ വേദനയുടെ നിമിഷങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിരാശയിൽ ആണ്ടുപോവുകയാണ് നാം ചെയ്യുന്നത്. നിരാശ നമുക്ക് നൽകുന്നത് സാത്താൻ്റെ പണിയാണ്. യേശുവിൽ നിന്ന് നമ്മെ അകറ്റുന്ന പണിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാത്താൻ്റെ കെണിയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. യേശു 12 ശിഷ്യന്മാരെയും തന്നോട് ചേർത്ത് നിർത്തിയിട്ടും യൂദാസ് ഒറ്റിക്കൊടുക്കുകയും പത്രോസ് തള്ളിപ്പറയുകയും വേദനയുടെ സമയത്ത് മറ്റ് ശിഷ്യന്മാരെല്ലാവരും ഓടി മാറുകയും ചെയ്തപ്പോൾ ഒറ്റപ്പെടലിൻ്റെ വേദന എന്തെന്ന് യേശു മനസ്സിലാക്കി. ആ യേശുവാണ് നമ്മെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്നത്. നാം യേശുവിലേക്ക് തിരിയുകയാണ് ചെയ്യേണ്ടത്. നിരാശ കൂടാതെ പ്രത്യാശയോടെ യേശുവിനെ സമീപിക്കണം. യൂദാസും പത്രോസും യേശുവിനെ വേദനിപ്പിച്ചു. എന്നാൽ ഒരു കോഴിയുടെ കൂവൽ പത്രോസിനെ യേശുവിലേക്ക് അടുപ്പിച്ചു. യേശുവിൻ്റെ വചനങ്ങളിലേക്ക് പത്രോസിനെ അടുപ്പിച്ചു. പത്രോസ് സഭയുടെ തലവനായി മാറി. എന്നാൽ യൂദാസ് നിരാശയിൽ വീണു. അവൻ യേശുവിലേക്ക് തിരിഞ്ഞില്ല. അത് അവൻ്റെ ആത്മനാശത്തിന് കാരണമായി. നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്ന യേശുവിലേക്കാണ് നമ്മുടെ വേദനയുടെ സമയത്ത് നാം തിരിയേണ്ടത്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുവാനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനമായ യേശുവിനെ നമുക്ക് സമീപിക്കാം. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.